അവർക്ക് സമരത്തിന് വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ ചെയ്യട്ടെ. ആരുടെ മുമ്പിലാണ് സമരം ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ദീർഘകാല വൈദ്യുതി കരാറ് അരിയാടൻ മുഹമ്മദിൻ്റെ കാലത്തുണ്ടായത് അവരുടെ കാലത്താണ് റദ്ദാക്കപ്പെട്ടത്. അന്ന് അവർ നടപടി സ്വീകരിച്ചിട്ടില്ല. പിന്നീട് നമുക്കറിയാം കാർബോറാണ്ടം ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കേണ്ട ഒരു പദ്ധതി 2024 ലഭിക്കേണ്ടതായിരുന്നു. അത് ഇതുവരെ നീട്ടിക്കൊടുത്തു. കേരള ഗവൺമെൻറ്റാണ് നീട്ടിക്കൊടുത്തത്. അത് തിരിച്ചു പിടിക്കാൻ നോക്കിയില്ല. കണ്ണൂർ ജില്ലയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ബാരാപ്പോള്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് പ്രവർത്തനക്ഷമമല്ലാതെ അതിൻ്റെ കനാലിൽ ചോർച്ചയുണ്ടായി. അത് പരിഹാരം ഉണ്ടാക്കാൻ മന്ത്രി അന്ന് വന്നതാണ്. ഒരു വർഷം കഴിഞ്ഞു മന്ത്രി വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവർ വേനൽക്കാലത്ത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അന്ന് വൈദ്യുതിയുടെ പ്രയാസം ഉണ്ടായപ്പോൾ അവരന്ന് ഒരു വൈദ്യുതിയും നിർമ്മിക്കുകയല്ല ഉൽപ്പാദിപ്പിക്കുകയല്ല ചെയ്ത്, വാങ്ങുകയല്ല ചെയ്ത്, കടം വാങ്ങിയത്. അതുകൂടി ഇപ്പോൾ മടക്കി കൊടുക്കേണ്ട ബാധ്യത കേരള സർക്കാരിൻ്റെ തലയിലുണ്ട്, കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് അവരെ സമരം ചെയ്യേണ്ടത് അവർക്കെതിരെയാണ്, അന്നത്തെ ഗവൺമെൻറ്റിനെതിരെയാണ്. വൈദ്യുതിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാവുന്നതല്ല. പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിയാവുന്നത്ര വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ പലവട്ടം ആ കാര്യങ്ങൾ സംസാരിച്ചു. ചില അനുമതികൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളുടെ വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാൻ പവർ സെക്രട്ടറി ഡൽഹിയിലെത്തി അവിടെയുള്ള പവർ സെക്രട്ടറിയുമായിട്ട്, നാഷണൽ പവർ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. കേരളത്തിന് കൂടുതൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. മഴ കുറവാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ കാസർഗോഡും മാത്രമല്ല മഴ കുറവുള്ളത്, ഇടുക്കി പോലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ സംഭരണികളിൽ വെള്ളം കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അപേക്ഷിച്ച് പകുതി പോലുമില്ല. കഴിഞ്ഞ കൊല്ലം 60% ഉണ്ടായിരുന്നെങ്കിൽ ഇക്കൊല്ലം 28% മാത്രമാണ്. അപ്പോൾ അവർ കടം വാങ്ങിയത് മടക്കി കൊടുക്കണം. അവർ ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മളോട് നടപടി സ്വീകരിക്കുകയാണ്. അവർക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനോ സ്റ്റോറേജ് സംവിധാനത്തിനോ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ LDFൻ്റെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ പാർട്ടി മുഖപത്രങ്ങളിൽ പോലും അവരുടെ തൊഴിലാളി നേതാക്കന്മാർ ആ നയങ്ങളെ വിമർശിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സമരങ്ങൾക്ക് വേറെ കാരണമൊന്നുമില്ലെങ്കിൽ അവർ ഈ സമരം നടത്തുന്നു. നമ്മളുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ തക്കതായ ഇടപെടൽ നടത്തി അതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ആ പരിശ്രമം തുടരും. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.